അത് മാത്രമല്ല എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫീമെയിൽ ആർട്ടിസ്റ്റാണ്. അവര് വീട്ടിലില്ലാത്ത സമയത്ത് ഈ മുകേഷ് എന്ന് പറഞ്ഞ ആക്ടർ പുള്ളി പോയി അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് ഹീ ട്രൈ ടു മിസ്ബിഹേവ് വിത്ത് ഈ ആർട്ടിസ്റ്റിന്റെ മദറിനായിട്ട് മിസ്ബിഹേവ് ചെയ്യാൻ നോക്കി. അവർ പറഞ്ഞു അവരാരും ഇല്ലാത്ത സമയത്ത് അവരുടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. സോ ആ സമയത്ത് വന്ന് കയറി മിസ്ബിഹേവ് ചെയ്തു. അവരപ്പം തന്നെ അടിച്ചു പുറത്താക്കി. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. പറഞ്ഞോളൂ. നമസ്കാരം. കേരള സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലം ആകെ മലീമസമായിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി, അതായത് കൃത്യമായി പറഞ്ഞാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സാംസ്കാരിക മണ്ഡലം ഒന്നടങ്കം ചീഞ്ഞു നാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മലയാള ചലച്ചിത്ര ലോകത്ത് വെള്ളിത്തിരയിൽ വന്നു നിന്നുകൊണ്ട് ആദർശത്തിന്റെ പ്രതിരൂപങ്ങളായി പ്രേക്ഷകരോട് സംവദിക്കുന്ന ചില നായകന്മാരുടെ കിടപ്പറ രഹസ്യങ്ങൾ വരെയാണ് ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ജനം വായിച്ചറിഞ്ഞിരിക്കുന്നത്, കണ്ടറിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അപസർപ്പക നോവലിനെ വെല്ലുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ശൃംഗാര പ്രാധാന്യമുള്ള സിനിമകളെ വെല്ലുന്ന തരത്തിലുള്ള ഇക്കിളി കഥകളുമായാണ് പല നായകന്മാരുടെയും ജീവിതം നമ്മുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. ഇവരോട് കൂടി സഹകരിച്ച പല നടികൾ തന്നെയാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുവാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഇത്തരം ഒരു ആരോപണത്തെ തുടർന്ന് രാജിവെച്ച് മാറി നിൽക്കേണ്ടതായി വന്നു. കേരള ഫിലിം ചേംബർ അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് തലസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. ഇനിയും പല ആളുകളും രാജിയിലേക്ക് പോകും എന്ന് തന്നെയാണ് പല സംഭവങ്ങളും വെളിവാക്കുന്നത്. ഓരോ ദിവസം തോറും ഓരോരുത്തരും ഓരോ പുതിയ പീഡന കഥകളുമായി മുന്നോട്ട് വരുന്നു. കഴിഞ്ഞ ദിവസം ജയസൂര്യക്കെതിരെ 2 നടിമാർ ആരോപണമായി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു നടി പിന്മാറി അത് ജയസൂര്യയല്ല എന്ന് പറഞ്ഞു. മറ്റൊരു നടി ഇപ്പോഴും ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. അവർ ജയസൂര്യക്കെതിരെ മാത്രമല്ല, മണിയൻ പിള്ള രാജു, മുകേഷ്, ഇടവേള ബാബു എന്നിവർക്കൊക്കെ എതിരെ കൃത്യമായ രീതിയിൽ നാളും പക്കവും തീയതിയും അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് താൻ ഉപദ്രവിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ ഈ നടന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായി. മലയാള ചലച്ചിത്രവേദി അശ്ലീലത്തിന്റെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം നടികളുടെ എല്ലാം വെളിപ്പെടുത്തലുകളിലൂടെ പുറത്തു വരുന്നത്. എന്നാൽ നടികൾക്ക് മാത്രമല്ല, നടികളുടെ അമ്മമാർക്കും ചില അസുഖകരങ്ങളായ വാർത്തകൾ പറയാനുണ്ട്. അല്ലെങ്കിൽ നടികളുടെ അമ്മയെയും പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നാം ഞെട്ടലോടുകൂടി തന്നെയാണ് ഇത്തരം വാർത്തകൾ കേട്ടിരിക്കുന്നത്. നാം നമ്മുടെ നാട്ടിൽ സാധാരണയായി കേൾക്കാറുണ്ട്, അന്യദേശ തൊഴിലാളികൾ ഈ നാട്ടിൽ വന്ന് പണിയെടുക്കുമ്പോൾ പലപ്പോഴും പല കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം ഉപദ്രവിച്ചു കൊല്ലുന്ന പത്രവാർത്തകൾ നാം കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പല നടന്മാരുടെ ഭാഗത്തു നിന്നും ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്, അവരുടെ സഹപ്രവർത്തകരായ നടികൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ വസ്തുത. നടികൾ മാത്രമല്ല, അവരുടെ അമ്മമാരും ഇപ്പോൾ പീഡനത്തിന് ഇരയായിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത വരുമ്പോൾ ആരാണ് ഈ തൊഴിൽ മേഖലയിൽ സുരക്ഷിതരായിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഞെട്ടലോടുകൂടി തന്നെയാണ് കേരളം ഇത് കേട്ടു നിൽക്കുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും നല്ല നടന്മാരിൽ ഒരാളായ മുകേഷിന്റെ പേരിലാണ് ഇപ്പോൾ പുതിയ ഒരു വെളിപാട് അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. മുകേഷ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പല കഥകളും പുറത്തു വരുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ സന്ധ്യ എന്ന് പറയുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് തൻ്റെ കൂട്ടുകാരിയായ ഒരു നടിയുടെ അമ്മയ്ക്ക് മുകേഷിൽ നിന്നും ഇത്തരത്തിൽ ഒരു പീഡനം ഉണ്ടായി എന്നുള്ള ഒരു കഥ പുറത്തു വരുന്നത്. മലയാളത്തിൽ പ്രശസ്തമായ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യ ഇത്തരത്തിൽ ഒരു മൊഴി കൊടുത്തത്. മലയാളത്തിലെ എക്കാലത്തെയും വലിയ നടന്മാരിൽ ഒരാൾ തന്നെയാണ് മുകേഷ്. കൊല്ലം MLA കൂടിയായ അമ്മ എന്ന സംഘടനയിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന മുകേഷിനെതിരെ ഇപ്പോൾ നടികൾ മാത്രമല്ല, നടികളുടെ അമ്മമാരും തങ്ങളെ പീഡിപ്പിച്ചു എന്നുള്ള വർത്തമാനങ്ങളുമായി പുറത്തേക്ക് വരുമ്പോൾ എന്താണ് ചലച്ചിത്ര മേഖലയിൽ നടക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ജനം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത്. ഞെട്ടുന്ന കഥകളാണ്. അതായത് അപസർപ്പക നോവലുകളെ വെല്ലുന്ന രീതിയിൽ, അശ്ലീല സിനിമകളെ വെല്ലുന്ന രീതിയിൽ തന്നെയുള്ള അനുഭവ പാഠങ്ങളാണ് ചലച്ചിത്ര മേഖലയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റുകളും സീനിയർ ആർട്ടിസ്റ്റുകളും ഒരുപോലെ തന്നെയാണ് തങ്ങൾക്കുണ്ടായിട്ടുള്ള ലൈംഗിക പീഡന, ലൈംഗിക ചൂഷണ കഥകൾ ഇപ്പോൾ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ മുൻപാകെ മൊഴി കൊടുത്തവരിൽ പലരും പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് കൃത്യമായി തന്നെ ഈ മേഖലയിൽ നിന്നും ആൺമേൽക്കോയ്മയിൽ നിന്ന്, പുരുഷ മേധാവിത്വത്തിൽ നിന്നും ഞങ്ങൾക്ക് ലൈംഗിക പീഡനം അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്, അസമത്വം അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. മാനാഭിമാനത്തോടു കൂടി, സ്വാതന്ത്ര്യത്തോടു കൂടി ഈ മേഖലയിൽ പണിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കാതെ വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് മുന്നിൽ ഇവർ മൊഴി നൽകിയിരിക്കുന്നത്.
മുകേഷിനെ പോലെ വലിയൊരു നടൻ ഇത്തരത്തിൽ പെരുമാറുന്നു എന്ന് പറയുമ്പോൾ ഇനിയും എത്രയെത്ര കഥകൾ പുറത്തു വരാനിരിക്കുന്നു എന്നുള്ളതാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകളായ നടികളാണ് ഇത്തരം കഥകൾ പുറത്തു പറഞ്ഞിരിക്കുന്നതെങ്കിൽ WCCയുമായി ബന്ധപ്പെട്ട ചില നടികൾ, പ്രമുഖരായ നടികൾ തന്നെയാണ് അവർക്കുണ്ടായിട്ടുള്ള പീഡന കഥകളും ലൈംഗിക ചൂഷണങ്ങളും നേരത്തെ തന്നെ വെളിവാക്കിയിരിക്കുന്നത്. അതായത് സ്ത്രീകൾ സിനിമാ തൊഴിലിടങ്ങളിൽ ഒരിക്കലും സുരക്ഷിതരല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. മുകേഷ് ഉൾപ്പെടെ മലയാളത്തിലെ തലമുതിർന്ന നടന്മാരുടെ പിന്നാമ്പുറ കഥകളിൽ അശ്ലീല കഥകളാണ് ചീഞ്ഞു നാറുന്നത്. സന്മാർഗത്തിന് തെല്ലും നിരക്കാത്ത രീതിയിലാണ് ഈ നടന്മാരുടെ പെരുമാറ്റം. വെള്ളിത്തിരയിൽ ആദർശങ്ങളുടെ പ്രതിരൂപങ്ങളായി മിന്നിമറയുന്ന ഈ നടന്മാർ ജനങ്ങൾ ഉത്തമ പുരുഷന്മാരായി അല്ലെങ്കിൽ സന്മാർഗത്തിന്റെ പ്രതീകങ്ങളായി നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്ന ഈ നടന്മാരുടെ പിന്നാമ്പുറ കഥകൾ ലജ്ജിപ്പിക്കുന്നതാണ്. ലൈംഗിക അരാജകത്വങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ ഞെട്ടലോടുകൂടി തന്നെയാണ് മലയാളി കേട്ടറിയുന്നത്.